ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം, നമ്മുടെ കയ്യിൽ തൊട്ട് നോക്കി നമ്മൾ ചെറുതായിട്ടുള്ള ഒരു ചെറിയ ചൂടുവെള്ളം എടുത്തു. അത് 1/2 കപ്പ് എടുത്തു. അതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്, അപ്പോൾ 1.5 ടീസ്പൂൺ ഈസ്റ്റും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നല്ല ഈസ്റ്റ് ആണെങ്കിൽ അത് 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ലതുപോലെ പൊങ്ങി വരും. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഈസ്റ്റ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു ബൗളിൽ ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ടിന്നിന് പാകത്തിനുള്ള ഒരു മൈദ, അപ്പോൾ ഒരു 3 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മൈദയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ഈസ്റ്റ് നമ്മൾ ഒഴിച്ച് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ ആ മുഴുവൻ ഈസ്റ്റ് മിശ്രിതവും ഞാൻ അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചിലപ്പോൾ ഇത് മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് മാവ് നല്ലതുപോലെ കുഴച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം ചേർത്ത് വേണം കുഴയ്ക്കാൻ. വളരെ ചെറിയൊരു ചൂട് മതി. ഇത് എടുത്ത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ആഡ് ചെയ്യേണ്ടി വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ നമ്മുടെ കയ്യിൽ ഒട്ടും മാവില്ലാതെ വരുന്നവരെ അത് നല്ലതുപോലെ കുഴച്ച് കൊടുക്കണം. കാരണം നമ്മൾ ആദ്യം കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലതുപോലെ അത് ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ മാവ്. അപ്പോൾ നമ്മുടെ കൈ നല്ല ക്ലീൻ ആകുന്നവരെ നമ്മൾ നല്ലതുപോലെ അത് കുഴച്ച് വളരെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പം നമ്മൾ നല്ലപോലെ സോഫ്റ്റാക്കി എടുത്തു. ഞാൻ ഇനി അല്പം എണ്ണ ആ ബൗളിൽ തടവിയിട്ട് ആ മാവിൽ അല്പം തൂത്തിട്ടുണ്ട്. ഇനി അത് 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അല്പം പൊടി ചേർത്ത് കുഴക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. അതിലല്പം ഓയിൽ തൂത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പരത്തി വെച്ചിരിക്കുന്നത് പതിയെ ഒന്ന് റോൾ ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ ആ ടിന്നിൻ്റെ പാകത്തിനുള്ള ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിത് മൂടി അരമണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാനിതിനകത്ത് ഇവിടെ മിൽക്ക് വാഷ് ചെയ്യാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് വെള്ളം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പാല് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ മുട്ട കൊണ്ട് ചെയ്യാം, ബട്ടർ കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്.
നല്ലതായിട്ട് തന്നെ ബേക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കത്തി കൊണ്ട് സൈഡ് ഞാൻ ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് പോരില്ല. എന്നുവെച്ചാൽ ഒത്തിരി സ്റ്റിക്കിയൊന്നും അല്ലാതെ വേഗം തന്നെ നമുക്ക് പോരും. പിന്നെ അല്പം ഒന്ന് ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പയ്യെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അതങ്ങ് വേഗം പോകുന്നുള്ളൂ. ഇന്ന് കമത്തിയിട്ട് നമുക്കൊന്ന് തട്ടി കൊടുത്താൽ മതി. ഞാനിവിടെ 160 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുത്തത്. നമ്മൾ സമയം നോക്കി ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ബ്രെഡായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ പറ്റും, നമ്മൾ ഈസ്റ്റ് വെച്ചപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാലിലും നമുക്ക് ഈസ്റ്റ് വേണമെങ്കിൽ 10 മിനിറ്റ് ഇട്ട് വെക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെള്ളത്തിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇന്നലെ ഇത് ഞാനൊരു ബ്രെഡ് ബേക്ക് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് വെള്ളം കൊണ്ടാണ് ഞാൻ ചെയ്തത്, വാട്ടർ വാഷാണ് ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ അതുകൊണ്ട് മിൽക്ക് വാഷ് ചെയ്തു. ഞാൻ ആദ്യം കാണിച്ചിട്ട് വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ഇത് വാട്ടർ വാഷ് ചെയ്ത ബ്രെഡാണ്. പക്ഷെ അതിൻ്റെ മേൽഭാഗം ഒരല്പം പരന്നാണ് നിങ്ങൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് അടച്ചു വെച്ചപ്പോൾ പൊന്തി വന്നിട്ട് അതിൻ്റെ അടപ്പിൽ അല്പം ടച്ച് ചെയ്തു പോയി. അപ്പോൾ ഞാൻ അടപ്പം കിടത്തപ്പോൾ അവിടെ ഒരു അല്പം പരന്നുപോയി. എന്നാലും അത് വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം.